ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ടീച്ചർ ടോക്ക്. ഇന്ന് നമ്മൾ 5th സ്റ്റാൻഡേർഡിൻ്റെ സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന പാഠത്തിലെ ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി പേജ് നമ്പർ 106. യു ഹാവ് റീഡ് ദ സ്റ്റോറി സോൾട്ട് ഇൻ ഹിസ് ഷൂസ്, ഹാവൻ യു? നൗ ലെറ്റ് us പ്ലേ എ ഗെയിം. റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. അപ്പോൾ ഇത് പറഞ്ഞാൽ ഒരു ഗെയിം പോലെയാണ്. അതായത് നിങ്ങളൊരു ഫ്രണ്ട് ഹോട്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് ആ ഒരു ഫ്രണ്ട് ഒരു ഫേമസ് സ്പോർട്സ് സ്റ്റാർ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമുക്ക് ലയണൽ മെസ്സിയോ സച്ചിൻ തെണ്ടുൽക്കറോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അങ്ങനെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചിട്ട് നമ്മളെന്ത് ഒരു ഇൻ്റർവ്യൂ പോലെ, അതായത് നിങ്ങളുടെ സക്സസിൻ്റെ ഇത്, ഫെയിലിയറിൻ്റെ ഇത്, ആരെങ്കിലും എനിമീസ് ഉണ്ടായിരുന്നോ, ആരെങ്കിലും പേടിയുണ്ടായിരുന്നു ഗ്രൗണ്ടിൽ, അങ്ങനെയുള്ള രീതിയിലൊരു ഇൻ്റർവ്യൂ. അപ്പോൾ എക്സാമിനൊക്കെ ഇങ്ങനത്തെ ഇൻ്റർവ്യൂ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഓൺ ടൈപ്പ് ആയിട്ടുള്ള നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ചെയ്യാം കേട്ടോ. ഇതൊരു ഗെയിം പോലെയാണ് ക്ലാസ് റൂമിൽ കളിക്കേണ്ടത്. ആക്ടിവിറ്റി 2. You have listened to the story. Now sit in your two groups. Your teacher will read the first part of a sentence. You may add the remaining part as quick as you can. If the first group fails, the chance will pass to the second group. അപ്പോൾ ഇത് നിങ്ങൾ ക്ലാസ് റൂമിൽ കളിക്കേണ്ട ഒരു ഗെയിമാണ്. ഇപ്പോൾ ടീച്ചർ ഒരു ഭാഗം വായിച്ചതിന് ശേഷം 2 ഗ്രൂപ്പായിരുന്നിട്ട് നെക്സ്റ്റ് ആ ഒരു ടീം എന്ത് ചെയ്യണം, ഇപ്പോൾ എ ടീമാണെങ്കിൽ നെക്സ്റ്റ് എന്താണ് ആ സ്റ്റോറിക്ക് ഹാപ്പൻ ചെയ്തിട്ടുള്ളതെന്ന് അവർ പറയുക. അവർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ബി ടീമിനെ പാസ് ചെയ്യുക. അപ്പം മാർക്ക് ബി ഗ്രൂപ്പിന് കിട്ടും. അങ്ങനെയുള്ളൊരു രീതി കളിക്കുന്ന ഒരു ഗെയിമാണ് ആക്ടിവിറ്റി 2 എന്ന് പറയുന്നത്. അതായത് സ്റ്റോറിയൊക്കെ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗെയിം കളിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. കംപ്ലീറ്റ് ദ വേർഡ് വെബ് യൂസിങ് വേർഡ്സ് ഓഫ് ദ മൂവ്മെൻറ്റ്സ് മെയ്ഡ് ഇൻ ദ ബാസ്കറ്റ്ബോൾ ഗെയിം. ബാസ്കറ്റ്ബോൾ ഗെയിമിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ ഫുട്ബോൾ ആണെങ്കിൽ ഓരോന്നുണ്ട്, പെനാൽറ്റി, ഷൂട്ടൗട്ട്, അങ്ങനെയുള്ള വരുന്നില്ലേ. അതേപോലെ ബാസ്കറ്റ്ബോളിൽ എന്തൊക്കെയാണ് വരുന്നതെന്നാണ് ഇതിൽ ഓൾറെഡി ഒന്ന് കൊടുത്തിട്ടുണ്ട്. ബൗൺസ്, പിന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ലേയപ്പ്. ലേയപ്പ് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കോർട്ടിൽ ആ നെറ്റിലിടുന്നതിനാണ് പറയുക. പിന്നെ സ്പ്രിൻറ്റിങ്, ആ ഒരു ഓടുന്ന വേഗത. റണ്ണിങ്, ഡ്രിബ്ലിംഗ് പറഞ്ഞാൽ പന്ത് ഇങ്ങനെ തട്ടി നീക്കുക. പാസിങ് മീൻസ് കയ്യിൽ നിന്ന് കൊടുക്കാം. ബൗൺസ് പറഞ്ഞാൽ നമ്മൾ കുതിച്ച് ചാടി പോകുന്നില്ല, അതിനാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നിങ്ങളുടെ പേജ് നമ്പർ 107 ആണ്. റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസ് അബൌട്ട് മൈക്കിൾ. യു ക്യാൻ യൂസ് ദ വേർഡ്സ് ഇൻ ദ വേർഡ് ക്ലൗഡ്. അപ്പോൾ മൈക്കിൾ ജോർദാനെ കുറിച്ചിട്ടുള്ള വേർഡ്സ് നിങ്ങളോട് ഓരോ പോയിൻ്റ് ആക്കി എഴുതാനാണ്. അതിനുള്ള കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. USA, മൈക്കിൾ ജോർദാൻ, ബാസ്കറ്റ്ബോൾ പ്ലെയർ, എ ഫേമസ്, ഹെൽപ്ഡ്, വർക്ക്ഡ്, ബിക്കം, ഹി, മദർ, ഹിസ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഷഫിൾഡാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പെറുക്കി എന്ത് ചെയ്യും, ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതാനാണ്. ഫസ്റ്റ് അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മൈക്കിൾ ജോർദൻ വാസ് എ ഫേമസ് ബാസ്കറ്റ്ബോൾ പ്ലെയർ. അതേപോലെ നമുക്ക് വേറെ എന്തൊക്കെ പറയാൻ പറ്റും? മൈക്കിൾ ജോർദൻ വാസ് ബോൺ ഓൺ USA. ഹി പ്ലേഡ് ഹിസ് ടീം ടു വിൻ ദ ഗെയിം. ഹിസ് മദർ ഹെൽപ്ഡ് എ ലോട്ട് ഹിം ടു ബിക്കം എ ഗുഡ് പ്ലെയർ. ഹി വർക്ക്ഡ് ഹാർഡ്. ഹി വാസ് എ ടാലൻറ്റഡ് ബാസ്കറ്റ്ബോൾ പ്ലെയർ. നെക്സ്റ്റ് ആക്ടിവിറ്റി നിങ്ങളുടെ പേജ് നമ്പർ 108, ആക്ടിവിറ്റി നമ്പർ 5. ഇവിടെ താഴെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഫില്ല് ചെയ്യണം. അതാണ് ആദ്യം കൊടുത്തത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നെ ഫില്ല് ചെയ്യാണ് ചെയ്യേണ്ടത്. മൈക്കിൾസ് പ്രോബ്ലം വാസ് ദാറ്റ് ഹി വാസ് ടു ഷോർട്ട്. ഹി വാസ് നോട്ട് ടോൾ ആസ് മാർക്ക്. അപ്പോൾ മൈക്കിളിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അവൾ വളരെയധികം ചെറുതാണ്. മാർക്കിൻ്റെ അത്രോളം എന്തില്ല, നോട്ട് ആസ് ടോൾ ആസ് മാർക്ക്, മാർക്കിൻ്റെ അത്രോളം ഉയരമില്ല. ഹിസ് ഫാദർ ടോൾഡ് ഹിം, ബീയിങ് ടോളർ മേ ഹെൽപ്പ് യു പ്ലേ എ ലിറ്റിൽ ബെറ്റർ ബട്ട് നോട്ട് സോ മച്ച് ആസ് പ്രാക്ടീസ് ഡിറ്റർമിനേഷൻ ആൻഡ് ഗിവിങ് യുവർ ബെസ്റ്റ് വിൽ. അപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞ മൈക്കിളിനോട്, ഹൈറ്റ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റ്, ടോളർ മീൻസ് കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആണ്. പക്ഷേ എന്താ നമുക്കിതിന് വേണ്ടത്, പ്രാക്ടീസും ഡിറ്റർമിനേഷനും അതിനുള്ളൊരു വിൽ പവറാണ്. മാർക്ക് വാസ് ദ ടോളസ്റ്റ് ബോയ് ഓൺ ദ കോർട്ട്. ടോളസ്റ്റ് പറയുകയാണെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ എന്നാണ്. ടോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉയരം, ടോളർ പറഞ്ഞാൽ അതിനേക്കാൾ കുറച്ച് ഹൈറ്റ്, ടോളസ്റ്റ് പറഞ്ഞാൽ ഏറ്റവും കൂടിയിട്ടുള്ള എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് താഴെ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. സ്മോൾ ആണോ ടോളർ ആണോ എന്ന് യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ താഴെ ഒരു മാംഗോ ട്രീ ആണ് കൊടുത്തത്. ഐ ആം എ മാംഗോ ട്രീ. അവിടെ എന്ത് കൊടുക്കണം, ഐ ആം ഡാഷ് ദാൻ ദ ജാക്ക് ഫ്രൂട്ട് ട്രീ. അപ്പോൾ ജാക്ക് ഫ്രൂട്ട് അതായത് പ്ലാവിനേക്കാൾ എന്തായിരിക്കും എന്നാ പറയാം, സ്മോളർ ആണെന്നാണ് പറയുക അല്ലേ. ദെൻ ഐ ആം ദ സ്മോളസ്റ്റ് എമംഗ് ദ 3 ട്രീസ്. ഈ ബാക്കിയുള്ള 3 ട്രീസിന് അപേക്ഷിച്ച് ഏറ്റവും ചെറുത് നമ്മുടെ മാംഗോ ട്രീ ആണ്. നെക്സ്റ്റ് വൺ, ഐ ആം എ ജാക്ക് ഫ്രൂട്ട് ട്രീ. ഐ ആം ടോളർ ദാൻ ദ മാംഗോ ട്രീ. മാംഗോ ട്രീനേക്കാൾ ഹൈറ്റ് ഉണ്ടാർക്ക്, ജാക്ക് ഫ്രൂട്ടിന്. നെക്സ്റ്റ് കോക്കനറ്റ്. ഐ ആം എ കോക്കനറ്റ് ട്രീ. ഐ ആം ടോളർ ദാൻ ദ ജാക്ക് ഫ്രൂട്ട് ട്രീ. ഞാൻ എന്താണ്, ജാക്ക് ഫ്രൂട്ട് ട്രീനേക്കാൾ ഏറ്റവും വലിപ്പം കൂടിയ, കുറച്ചുകൂടി വലിപ്പം കൂടിയ ആളാണ്. ഐ ആം ദ ടോളസ്റ്റ് എമംഗ് ദ 3 ട്രീസ്. ഈ ട്രീസിലെ ഏറ്റവും ഹൈറ്റുള്ള ആളാണ് ഞാൻ എന്നാണ് കോക്കനറ്റ് ട്രീ പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 6. ഇവിടെ നമുക്ക് ഒരു എഡിറ്റ് പോലെയാണ് തന്നിട്ടുള്ളത്. നമുക്കിവിടെ ബ്രാക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്യൂട്ടബിൾ ഫോമിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ എഡിറ്റ് ചെയ്ത് ചെയ്യണം. ദ വർ 3 റോസ് ഫ്ലവേഴ്സ് ഇൻ എ ഗാർഡൻ. അപ്പോൾ ഒരു ഗാർഡനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 റോസ് ഫ്ലവർ ഉണ്ട്. 1 ഫ്ലവർ വാസ് ബിഗ് ദാൻ ദ അതർ 2. അപ്പോൾ ഇവിടെ എന്തായിരിക്കും നമ്മൾ കൊടുക്കുക, ബിഗ്ഗർ എന്നല്ലേ, മറ്റുള്ളതിനേക്കാൾ കുറച്ച് വലുപ്പമുള്ളതാണല്ലേ. 1 ഫ്ലവർ ബിഗ്ഗർ ദാൻ ദ അതർ 2, മറ്റുള്ളതിനേക്കാൾ കുറച്ച് വലുപ്പമുണ്ട്. ഇറ്റ് വാസ് ദ ബിഗ് ഫ്ലവർ എമംഗ് ദ
3. അപ്പോൾ അതെന്താ 3 ആ ഒരു ഫ്ലവറിലും ഐ ആം ദ ബിഗ് എന്തായിരിക്കും വരിക, ബിഗ്ഗസ്റ്റ്, ഐ ആം ദ ബിഗ്ഗസ്റ്റ്, അപ്പോൾ നല്ല വലിപ്പമുള്ളതായിരിക്കും. എ ബി ഫ്ലൂ ടു ദ ബിഗ്ഗസ്റ്റ് ഫ്ലവർ ആൻഡ് ഡ്രാങ്ക് ഇറ്റ് ഇസ് നെക്ടർ. അപ്പോൾ അവർ എന്ത് ചെയ്യും, തേനീച്ച ഇങ്ങനെ വരും, വണ്ട് വരും, പ്രാണി വരുന്നു, എന്ത് ചെയ്യുന്നു, അതിൻ്റെ തേന് കുടിക്കും. ദെൻ ഇറ്റ് അപ്രോച്ച് ദ സെക്കൻഡ് ഫ്ലവർ, ദ നെക്ടർ ഓഫ് ദ ഫ്ലവർ വാസ് സ്വീറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, ദാൻ ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് ഫ്ലവർ എന്ത് കൊടുക്കും, സ്വീറ്റർ എന്ന് കൊടുക്കും. ദ ബി ദെൻ ഫ്ലൂ ടു ദ തേർഡ് ഫ്ലവർ, ദ നെക്ടർ ഓഫ് ദ തേർഡ് ഫ്ലവർ വാസ് ദ സ്വീറ്റസ്റ്റ് ഓഫ് ഓൾ. എല്ലാത്തിനേക്കാൾ എന്താണ് സ്വീറ്റസ്റ്റ്, നമ്മൾ പറഞ്ഞു ഏറ്റവും ബെസ്റ്റ്, നമ്മൾ ഏറ്റവും കൂടിയ, നമ്മൾ ടോളസ്റ്റ് പറഞ്ഞില്ല, അതേപോലെ സ്വീറ്റസ്റ്റ് എന്നാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുക. ഇനി ആക്ടിവിറ്റി നമ്പർ 7, മൈക്കിൾ ടീം won the game. He was very happy. He wrote his feelings in his diary. What would be his diary entry? അപ്പോൾ സാധാരണയായിട്ട് എക്സാമിനൊക്കെ കാണുന്നതാണ് എന്താ മൈക്കിളിൻ്റെ ആ ഒരു ദിവസമല്ലേ ജയിച്ച അന്ന് മൈക്കിൾ എഴുതിയിട്ടുള്ള ഡയറി. ഇതൊക്കെ എക്സാമിന് നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. അപ്പോൾ ആ ഒരു ഡയറി നിങ്ങളോട് എഴുതാനാണ്, അത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ഡയറി എഴുതുമ്പോൾ ഡേറ്റ്, ഡേ എന്നൊക്കെ പറഞ്ഞ് എഴുതാം. ഐ ആം വെരി ഹാപ്പി ടുഡേ. ഫോർ ദ പാസ്റ്റ് 4 months ഐ ഹാവ് നോട്ട് ബീൻ ഗോയിങ് ടു പ്ലേ ബാസ്കറ്റ് ബോൾ. അപ്പോൾ എന്താ, ഞാൻ ഇന്ന് വളരെ സന്തോഷമാണ്, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോകാറില്ല. മാർക്ക് എ കിഡ് ഓൺ അവർ ഓപ്പോസിറ്റ് ടീം വുഡ് ഓൾവേസ് മേക്ക് ഫൺ ഓഫ് മീ. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ടീമിലുള്ള മാർക്ക് എപ്പോഴും എന്ത് ചെയ്യും, എന്നെ പരിഹസിക്കും. ഹീ ഈസ് ദ ക്വൈറ്റ് ആൾ. അവനെന്താ നല്ല ഹൈറ്റുള്ള ഒരാളാണ്. ബിക്കോസ് ഐ വാസ് ഷോർട്ട്, ഞാനെന്താ ചെറുതാണ്. ഐ കുഡ് നോട്ട് വിൻ ദ ബാസ്കറ്റ് ബോൾ ഗെയിം. എനിക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, വിജയിക്കാൻ പറ്റിയില്ല. സോ ഹി ഓൾസോ ടീസസ് മൈ അബൌട്ട് മൈ ഹൈറ്റ്. എപ്പോഴും എന്ത് ചെയ്യും, എൻ്റെ ഹൈറ്റിനെ പറ്റി കളിയാക്കും. ഐ ലുക്ക്ഡ് അറ്റ് മെനി വേസ് ടു ഇൻക്രീസ് മൈ ഹൈറ്റ്. മൈ മദർ ഓൾവേസ് യൂസ്ഡ് ടു പുട്ട് സോൾട്ട് ഇൻ മൈ ഷൂസ്. അപ്പോൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന പല വഴികളും ഞാൻ നോക്കി കൂട്ടാനുള്ള, പക്ഷെ ഒന്നും നടന്നില്ല. എൻ്റെ അമ്മ എന്ത് ചെയ്തു, ഷൂസിൽ സോൾട്ട് വരെ ഇട്ടു. സ്റ്റിൽ ഐ ഡിഡൻ ഗെയിൻ എൻ ഇഞ്ച്. പക്ഷേ എനിക്ക് ഒരു തരി പോലും വളർന്നില്ല. ഇറ്റ് വാസ് വെൻ ഐ വാസ് സാഡ് ദാറ്റ് മൈ ഫാദർ ഗേവ് മീ മോട്ടിവേഷൻ. അങ്ങനെ ഞാൻ വളരെയധികം സങ്കടത്തിലാകുമ്പോൾ എൻ്റെ അച്ഛൻ എന്ത് ചെയ്തു, എനിക്കൊരു ഉപദേശം തന്നു. മൈ ഫാദർ ടോട്ട് മീ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് അവർ ഹൈറ്റ് ബട്ട് അവർ ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ ദാറ്റ് മേക്ക് us സക്സസ്ഫുൾ. അങ്ങനെ അച്ഛൻ പറഞ്ഞു തന്നു, എന്താണ്, ഹൈറ്റിലല്ല കാര്യം, നമ്മുടെ ഹാർഡ് വർക്കും ആ ഒരു ദൃഢമായ പ്രതിജ്ഞയും ദൃഢനിശ്ചയമാണ് ഇതിൻ്റെ സക്സസ്ഫുള്ളിനുള്ള കാരണം. I went to the court today with the confidence and then assurance of my constant practice. അങ്ങനെ എൻ്റെ ആ ഒരു ദൃഢനിശ്ചയത്തിൽ എൻ്റെ ഒരു കോൺഫിഡൻസോട് കൂടി, ആ ഒരു പ്രാക്ടീസോട് കൂടി ഞാനിന്ന് പോയി. സോ ഐ വാസ് ഏബിൾ ടു ബീറ്റ് മാർക്ക് ആൻഡ് ലീഡ് അവർ ടീം ടു വിക്ടറി. അങ്ങനെ ഞാൻ എൻ്റെ ടീമിനെ വിജയിപ്പിച്ചു, ഞങ്ങളുടെ ടീം ജയിച്ചു. ടുഡേ ഐ റിയലൈസ്ഡ് ദാറ്റ് വാട്ട് മൈ ഫാദർ സെറ്റ് ആസ് റൈറ്റ് ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞതാണ് ശരി, ഞാൻ ഈ ഒരു ദിവസം ഒരിക്കലും മറക്കില്ല. ആക്ടിവിറ്റി നമ്പർ 8, ഇവിടെ എന്ന് പറഞ്ഞാൽ വിപിൻ എന്ന ഒരു ലെറ്റർ മൈക്കിളിനെ അയച്ചതാണ്. മൈക്കിളിനെ തൻ്റെ സുഹൃത്ത് അയച്ചതാണ്. എറണാകുളം, കേരള, 23 March 2024. ഡിയർ മൈക്കിൾ, ഹോപ്പ് യു ആർ ഫൈൻ. നിങ്ങൾ എന്താ സുഖമായിരിക്കുകയാണ് വിശ്വസിക്കുന്നു. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു കൺഗ്രാറ്റുലേറ്റ് യു ഓൺ ദ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ യു ഹാവ് പുട്ട് ടു ഇൻ ബിക്കം എ ഗ്രേറ്റ് ബാസ്കറ്റ് ബോൾ പ്ലെയർ. അപ്പോൾ ഞാൻ എന്താ നിങ്ങളൊരു അഭിനന്ദിക്കാൻ വേണ്ടി എന്നെ കത്തെഴുതാൻ, നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷനും ആ ഒരു നല്ലൊരു ഗ്രേറ്റ് പ്ലെയർ ഇതിനെ അംഗീകരിക്കാൻ വേണ്ടി ഞാൻ എഴുതുന്നത്. യുവർ ടാലൻറ്റ് ആൻഡ് ഡിറ്റർമിനേഷൻ വിൽ ഓൾവേസ് ഇൻസ്പയർ അസ്. നിങ്ങളുടെ ആ ഒരു കഠിനമായ പരിശ്രമവും കഴിവിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻസ്പയർ ചെയ്യുന്നു, എനിക്ക് വളരെയധികം പ്രചോദനമാണ്. ദ പാത്ത് യു ഹാവ് ചൂസൺ ഇൻ നോട്ട് എൻ ഈസി വൺ. നിങ്ങൾ എടുത്തിട്ടുള്ള ആ ഒരു വഴി അതൊരു ഈസി ആയിട്ടുള്ളൊരു വഴിയല്ല. ബാസ്കറ്റ്ബോൾ റിക്വയർസ് ഇമ്മൻസി പ്രാക്ടീസ്, ഡിസിപ്ലിൻ ആൻഡ് സാക്രിഫൈസ്. ബാസ്കറ്റ്ബോളിൽ എന്ത് വേണം, നമുക്ക് ആ ഒരു കണ്ടിന്യൂസ് പ്രാക്ടീസ് വേണം, ഒരു ഡിസിപ്ലിൻ വേണം, ഒരു ത്യാഗം അനുഭവിക്കാൻ ഒരു കഴിവ് വേണം. യു ഹാവ് ഓൾ ദീസ് ക്വാളിറ്റീസ്. നിങ്ങൾക്ക് എന്താ എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. യുവർ സ്റ്റോറി ഈസ് ട്രൂലി ഇൻസ്പയറിംഗ്. നിങ്ങളുടെ ഈ സ്റ്റോറി വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, എന്നെ പ്രചോദിപ്പിക്കുന്നുണ്ട്. താങ്ക് യു, സിൻസിയർലി നെയിം. ഇത് നമ്മുടെ വിപിന് മൈക്കിളിന് അയച്ച ലെറ്ററാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞത്, ഇനി മൈക്കിളിന് ഈ ലെറ്റർ കിട്ടിയ ശേഷം മൈക്കിൾ തൻ്റെ സുഹൃത്തിന് തിരിച്ചൊരു റിപ്ലൈ ലെറ്റർ അയക്കാനാണ് പറഞ്ഞത്. ഇങ്ങനെയും എക്സാമിന് ചോദിക്കാം, റിപ്ലൈ ലെറ്റർ ആയിട്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, സാധാരണ നമ്മൾ ലെറ്റർ എഴുതുന്ന പോലെ തന്നെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ട് റിപ്ലൈ ലെറ്ററും ആഡ് ചെയ്യുക. അപ്പോൾ റിപ്ലൈ ലെറ്റർ എഴുതുമ്പോൾ ഇതേപോലെ ഡേറ്റും സ്ഥലവും മെൻഷൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താണോ ഡീറ്റെയിൽസ് അത് എഴുതാം. ഫസ്റ്റ് ഓഫ് ഓൾ, താങ്ക്സ് ഫോർ ദ കോംപ്ലിമെൻറ്റ്സ്. ഓഫ് കോഴ്സ് ആസ് യു സെഡ് ബാസ്കറ്റ്ബോൾ ഈസ് നോട്ട് എ ഈസി ഗെയിം. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് മൈ ഡിറ്റർമിനേഷൻ ആൻഡ് കണ്ടിന്യൂസ് പ്രാക്ടീസ് ദറ്റ് ഐ ഹാവ് ബീൻ ഏബിൾ ടു ഗെറ്റ് to where I am today. It was my father and mother who helped me. They have worked hard to make me what I am today. Of course, if you have a goal in your life, you also have to work hard to achieve it. None of our wishes are fulfilled immediately. We can achieve it only with our continuous practice and hard work. Only such people can succeed in life. Concluding my letter with a thank you once again for the compliment. With love, Michael. അപ്പോൾ മൈക്കിൾ എന്താണ് ഈ ഒരു പ്രചോദനത്തിൽ തന്ന ലെറ്ററിന് വളരെ നന്ദി പറയാണ്. അപ്പോൾ പറയാണ്, ഞാൻ വിജയിച്ചിട്ടുള്ളത് എൻ്റെ ആ ഒരു
പരിശ്രമവും പ്രാക്ടീസും ഡിറ്റർമിനേഷനും ആ ഒരു കോൺഫിഡൻസും കൊണ്ടാണ് വിജയിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വിജയിക്കണം എന്നൊരിതുണ്ടെങ്കിൽ, ലൈഫിലൊരു എയിം ഉണ്ട്, അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുക, അതിനുവേണ്ടി കോൺഫിഡൻസ് ആവുക, പ്രാക്ടീസ് ചെയ്യുക, ഡിറ്റർമിനേഷനും ആ ഒരു വിൽ പവറും ഉണ്ടെങ്കിൽ നിങ്ങളും അച്ചീവ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ട് മൈക്കിളുടെ ലെറ്റർ കൺക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി പേജ് നമ്പർ 111. ഇവിടെ ഒരു ഷോർട്ട് പ്രൊഫൈലാണ്. ഇന്ത്യയിലെ ഒരു വെയ്റ്റ് ലിഫ്റ്റർ ആയിട്ടുള്ള ആളുടെ രജീന്ദർ സിംഗ് റഹൂലിൻ്റെ ഒരു പ്രൊഫൈലാണ്. രജീന്ദർ സിംഗ് റഹൂലു വാസ് ബോൺ ഓൺ 22 July 1973 at Mespur in Punjab. Rahelu contracted polio when he was 8 months old. Since then he was not able to walk. അപ്പോൾ പോളിയോ ബാധിച്ചുള്ള ഒരാളാണ് റഹേലു. But these physical challenges did not defeat him. He started his career by lifting a weight of 75 kg. Rigorous training and motivation made him strong enough to lift a weight of 115 kg in 6 months. He continued practice. He created history when he won silver medal in the powerlifting at the Commonwealth Games 2014. അപ്പം ഇയാളാരാണ്? റഹേൽ പറഞ്ഞത് ഒരു പോളിയോ ബാധിച്ചിട്ട് ആളാണ്. ആളെന്ത് ചെയ്തു? വെയ്റ്റ് ലിഫ്റ്റ് ആയിരുന്നു. 75 കിലോ എടുത്തു. പിന്നീട് ഒരു 6 മാസത്തെ പ്രാക്ടീസിലൂടെ 115 കിലോളം വെയിറ്റ് ലിഫ്റ്റ് ചെയ്തു. 2014 കോമൺവെൽത്ത് ഗെയിംസിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നമുക്ക് തന്നിട്ട് നമ്മളോട് പറഞ്ഞു അതിനകത്തുള്ള ഡീറ്റെയിൽസ് എടുത്തെഴുതാൻ, ബർത്ത്, കരിയർ, അച്ചീവ്മെൻറ്റ് അങ്ങനെ എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പാഠത്തിലെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി നമ്പർ 10. റീഡ് ദ ഫോളോയിങ് ഹിൻസ് റിലേറ്റഡ് ടു അരുണിമ സിൻഹ ആൻഡ് റൈറ്റ് ഹെർ പ്രൊഫൈൽ. അപ്പോൾ അരുണിമ സിൻഹേൻ്റെ ഒരു പ്രൊഫൈലാണ് കൊടുത്തത്. പ്ലേസ് ഓഫ് ബർത്ത് അംബേദ്കർ നഗർ നിയർ ലക്നൗ ഇൻ ഉത്തർപ്രദേശ്. ഡേറ്റ് ഓഫ് ബർത്ത് 20 July 1989. പാരൻസ് ഫാദർ ഇന്ത്യൻ ആർമി ഒഫീഷ്യൽ, മദർ സൂപ്പർവൈസർ ഇൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. അച്ചീവ്മെൻറ്റ് ഫസ്റ്റ് വുമൻ അംപ്യൂട്ട് ടു ക്ലൈം മൗണ്ട് എവറസ്റ്റ്. എ വോളിബോൾ പ്ലെയർ ഓൺ ദ ഇന്ത്യൻ ടീം 7 times. അപ്പം നമുക്കിങ്ങനെ തന്നിട്ട് എക്സാമിന് തരുന്നതാണ് ഇതേപോലെ എന്തെങ്കിലും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. Arunima Sinha was born on 20 July 1989 at Ambedkar Nagar near Lucknow in Uttar Pradesh. Her father was an Indian Army official and her mother was supervisor in the health department. She was the first woman amputee to climb the Mount Everest. She played volleyball for India 7 times. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു പ്രൊഫൈൽ എഴുതി തയ്യാറാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാഠത്തിലെ ആക്ടിവിറ്റീസ്. ഇനി നെക്സ്റ്റ് ന്യൂ ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.